ഇറ്റ്സ് മീ പ്രിൻസ്. അപ്പോൾ വൈകുന്നേരമാണ് ഒരു ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു നമ്മുടെ വണ്ടിയുടെ ഒരു ചെറിയൊരു സർവീസ് വീഡിയോ ആണ്. അപ്പോൾ സർവീസിന് കൊടുത്തായിരുന്നു, അതിൻ്റെ ഒരു വീഡിയോ ആണ് വരുന്നത്. അപ്പോൾ കാണാൻ മറക്കല്ലേ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് ഫ്രണ്ട് വീല് രണ്ടും അഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ആക്സിൽ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് ആക്സിലിൻ്റെ ബൂട്ട് പോയതായിരുന്നു, അതുപോലെ തന്നെ ആക്സിലിൻ്റെ അവിടെ നിന്ന് ചെറിയ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു മെയിനായിട്ട് ഞാൻ കണ്ട കംപ്ലയിൻറ്റ്. പിന്നെ ഗിയർ ബോക്സിൻ്റെ അവിടെ നിന്ന് ചെറിയ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള കംപ്ലയിൻറ്റ്സൊക്കെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കണം. അതിന് ശേഷം അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ലോ റാമ്പിന് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടോയെന്ന് ചെറിയ സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് മാറണം. പിന്നെ കൂളൻ്റ് ലീക്ക് ഉണ്ട് കേട്ടോ, എവിടെയാണെന്ന് അറിയത്തില്ല, കണ്ടുപിടിക്കണം. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം, ഇല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആകും, വണ്ടിക്ക് നല്ല പണി കിട്ടും. അതുകൊണ്ട് ഈ ഒരു 4-5 കംപ്ലയിൻ്റ് ഉണ്ട് മെയിനായിട്ട്. അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് ഇറക്കാൻ വേണ്ടിയാണ് വണ്ടി നമ്മളിപ്പോൾ വർക്ക്ഷോപ്പിൽ കയറ്റിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓയിൽ ലീക്കിൻ്റെ ആ ഭാഗമൊക്കെ നമ്മൾ ബോണ്ടൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാട്ടോ ഇപ്പോൾ വണ്ടി എടുത്തിട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. നമ്മളത് വർക്കിന് ശേഷമുള്ളൊരു വീഡിയോ ആണിത്. ആ സംഭവമൊക്കെ ഒന്ന് ക്ലിയറാക്കി, മെയിൻ ഡാമേജൊക്കെ ഒന്ന് ക്ലിയറാക്കി. അതുപോലെ തന്നെ നമ്മൾ ആക്സിലൊക്കെ തിരിച്ച് കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്സിലിൻ്റെ ബൂട്ട് പൊട്ടിപ്പോയതായിരുന്നു. ആ ബൂട്ടൊക്കെ നമ്മൾ പുതിയത് മേടിച്ച് സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ലോ റാമിൻ്റെ കംപ്ലയിൻറ്റ് ഇല്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അത് ഇനിയും ഓടും. അപ്പോൾ വേറെ സീനൊന്നുമില്ല. അതിൻ്റെ ബുഷിന് ചെറിയൊരു ലീക്ക് ഉണ്ടെന്നുള്ളത് നമ്മൾ കാര്യമാക്കണ്ട. അപ്പോൾ ഇതാണ് ബൂട്ട് പൊട്ടിപ്പോയതായിരുന്നു. ബൂട്ട് പൊട്ടിപ്പോയിട്ട് അതിനകത്ത് നിന്ന് ഗ്രീസൊക്കെ ലീക്കായി അപ്പാടെ സീനായിരുന്നു. അതുപോലെ തന്നെ ആക്സിലിൻ്റെ അവിടുത്തെ ഒരു വാഷർ പോയിട്ട് അതും പ്രശ്നമായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂളൻ്റ് ലീക്ക് അത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം വണ്ടി ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. ഇതാട്ടോ വണ്ടിയുടെ ഒരു കണ്ടീഷൻ. അപ്പോൾ ഇനിയിപ്പം വീലൊക്കെ ഒന്ന് ഇട്ട് ടയറൊക്കെ ഒന്ന് ഇട്ട് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ. വണ്ടിയായിട്ട് വർക്ക് കഴിഞ്ഞതിന് ശേഷം വണ്ടിയായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേര്യമംഗലം പാലത്തിലോട്ട് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എൻട്രി ചെയ്ത് കഴിഞ്ഞ് അടിപൊളി ക്ലൈമറ്റാണ്, അതുപോലെ തന്നെ നട്ടപ്പാതിരയാണ്. പിന്നെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ചാറ്റൽ മഴ. പിന്നെ ഒരു ചെറിയൊരു പ്രോബ്ലമായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ സ്പോട്ട് ഉണ്ടോ കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് വണ്ടികളുടെ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ്. അതൊക്കെ ഒന്ന് ഇനി നാളെ തന്നെ ഒന്ന് ക്ലിയർ ചെയ്യണം. അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആട്ടോ, നല്ല വെറൈറ്റി എക്സ്പീരിയൻസ്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ വണ്ടി എടുത്ത് പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷനൊന്നും ഇല്ലാതെ ഇറങ്ങിയതാണ്. അടിപൊളി ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഡ്രൈവ്. അങ്ങനെ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് വാഴച്ചാൽ വാട്ടർഫോൾസിൻ്റെ അവിടെയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ്. കാരണം വേറൊന്നുമല്ല, നേര്യമംഗലം പാലം കടന്നു കഴിഞ്ഞപ്പോൾ തന്നെ സിഗ്നലെല്ലാം പോയോട്ടോ, സിഗ്നലൊന്നും കിട്ടുന്നില്ല. അതുപോലെ തന്നെ വീട്ടിൽ പറയാതെയാണ് പോകുന്നേക്കുന്നത്. ഇത്രയും ലോങ് പോരേണ്ടി വരുമെന്ന് ഓർത്തില്ല. കാരണം വേറൊന്നുമല്ല, ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്കും അങ്ങനെ പോരാൻ തോന്നിട്ടോ, നിർത്താനൊന്നും തോന്നിയില്ല. പോകുന്നിടം വരെ അങ്ങ് പോട്ടെ എന്ന് തോന്നി, അങ്ങനെ ഇറങ്ങിയതാണ്. പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷനൊന്നും ഇല്ലാതെ. എന്നാലും നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇവിടെയാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്നൊരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. കാരണം നല്ല ക്ലൈമറ്റാണ്, തിരിച്ചു പോകാൻ തോന്നുന്നില്ല കേട്ടോ. എന്തായാലും തിരിച്ചു പോവുകയാണ്, ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അന്വേഷിച്ച് വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.